ഹലോ അല്ല ബ്രോ. ബ്രോ നിങ്ങളുടെ ഗാങ്ങില് മറ്റേ ഇവനുണ്ടോ? ശശിപ്പ് നിങ്ങളുടെ ഗാങ്ങിലുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. ആ ഓക്കെ ഓക്കെ. നല്ല ഇല്ലല്ലോ, ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് വില്ലു. വില്ലു. ഇല്ല, ഓക്കെ ഓക്കെ. ഗ്യാങ്ങോ? ഞാൻ ടി വി ടി വി. ഓക്കെ ഓക്കെ. പോയിട്ടല്ലോ ബ്രോ. അല്ല അച്ഛനെ, നിങ്ങളുടെ കൂടെ ആളുടെ കൂടെ ഒരു 4-5 പേരും കൂടി ഉണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരുന്നാ? അത് അറിഞ്ഞൂടാ ബ്രോ. ഒന്ന് ചോദിക്കോ റൈഡില്? റാവുത്തർ ശശി അല്ലേ പുള്ളിക്കാരൻ? ഇപ്പൊ നമ്മളെ ഗ്യാങ്ങില്ല. ആ ഞാനില്ലേ, പിന്നെ ആളുടെ കൂടെ 4-5 പേരുണ്ടായിരുന്നു. ബട്ട് അത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിരുന്നു എന്നാണ് ചോദിച്ചത്. പുള്ളിയാണ് ഇപ്പൊ റിവെഞ്ച് ഒക്കെ എടുക്കാൻ പറഞ്ഞത്. ഗ്യാങ്ങില്ലാത്തവനൊക്കെ റിവെഞ്ച് എടുക്കാൻ പറഞ്ഞ നാണക്കേടാണോ ഹെൽപ്പ് ഫെയറിന്? അല്ലേ, ഒന്ന് ചോദിച്ചോക്കെ റേഡിയോയില്. ഓരോ തീട്ടക്കെട്ട് ഗ്യാങ്ങിന്റെ ബ്രോ മച്ചാനെ റെഡ് മുടി. ഹലോ, പേരെന്താ ബ്രോ? നിങ്ങക്ക് റാവുത്തർ ശശിനെ അറിയില്ലേ? കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ പഴയ ഇത് ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന പഴയ മെമ്പർ എന്തോ ആയിരുന്നു? അറിയത്തില്ല. പേരെന്താണ് ഈ ഇടക്കേറിയ ആളെ? സാംസിലൊക്കെ. സാംസലേക്കാ? ഓക്കെ ഓക്കെ. അല്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആളായിട്ട്. അപ്പൊ ആളുടെ കൂടെ ഒരു 4-5 പേരുണ്ടായിരുന്നു. ഏതോ കഴിവില്ലാത്തവന്മാര്. നിങ്ങളാരും ഇല്ലല്ലോ അല്ലേ? ഏതോ കഴിവില്ലാത്ത തീട്ടങ്ങള്. അത് മച്ചാനെ, അത് എങ്ങനെ 1v3 അടിച്ച? അല്ല ഞാൻ പറഞ്ഞുതരാം. ബ്രോ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ 1v3 നമ്മളെ സിറ്റുവേഷൻ ഉണ്ട് ബ്രോ. അല്ല മച്ചാനെ നമ്മൾ പറഞ്ഞുതരാം. അല്ല ഒരു മിനിറ്റ് സാംസിലേക്ക് ബ്രോ, നമ്മൾ പറഞ്ഞുതരാം 1v3 ആളെങ്ങനെ അടിച്ചാൽ. ആള് ചത്ത് കിടക്കായിരുന്നു. ചത്തെടുക്കുമ്പോൾ നമ്മള് ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റില്ല. ഡെഡ് ക്യാരി ചെയ്യാൻ പറ്റും. ഞാൻ എനിക്കൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾ ആരെങ്കിലും വെടിവെച്ച് വന്നേക്ക്, എന്നിട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കുക. അപ്പൊ സാധനം കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്ത് മറ്റേ ബഗ്ഗായിട്ട് ആള് കൊന്നതാണ്, അല്ലാണ്ട് ആൾക്ക് കഴിവൊന്നുമില്ല. ആള് നമ്മള് പിറ്റ് ചെയ്തപ്പോ ആള് വെള്ളത്തിക്കൊക്കെ എടുത്ത് ചാടി. എന്താ കേട്ടില്ല, പറ. അല്ല ചത്തിടക്കുമ്പോ അടിച്ചെന്നാ എന്തോ മച്ചാ? അത് പോട്ടെ, റാവുത്തർ ശശി നിങ്ങളെ ഗ്യാങ്ങിലല്ലോ. നമ്മള് പറഞ്ഞ കഴിവില്ല, അവന്റെ കൂടെ കഴിവില്ലാത്ത കുറെ എണ്ണം വന്നായിരുന്നേ. ആരാണെന്ന് നമുക്കറിയത്തില്ല. കഴിവില്ലാത്തവന്മാർക്ക് പേര് പറയുമ്പോൾ അവനാണീ ആ വഴിക്ക് വിട്ടോടി. അവനെ ഒറ്റയ്ക്കാക്കിട്ട് അവന്മാരെ ഓടി. മച്ചാനെ ഇങ്ങനൊക്കെ ഒരാളെ മോചിപ്പിക്കാൻ പറ്റും? മച്ചാനെ നമ്മളാരും പറയുന്നില്ല. ഇങ്ങനൊക്കെ ഒരാളെ അതല്ല മച്ചാനെ, അല്ല മച്ചാനെ അതല്ല, ഒരാളേക്ക് ഇങ്ങനൊക്കെ മൂഞ്ചിപ്പിക്കാൻ പറ്റുമോ? ഒരു 5 പേരെ കൂടെ നിന്നിട്ട് ഒരാളങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് കൊടുത്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ല അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ബ്രോ നിങ്ങളൊക്കെ റാവുത്തറോ ഇല്ല ഒരു റൈഡിലായിരുന്നു? അല്ല ഈ നമ്മള് പറഞ്ഞില്ലല്ലോ. എങ്ങനെയാണ് പാട്ടായ? ബഗ്ഗായിട്ട് കൊന്ന് അതാണോ പാട്ടായത്? ബഗ്ഗായിട്ട് കൊന്ന് 3 നേരം കൊന്ന് അതാണോ പറയുന്നത്? ആളെ അവസാനമായിട്ട് കണ്ടത് മറ്റേ നരനായിട്ട് വെള്ളത്തിൽ കൂടെ പോണെന്നാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. എന്നിട്ട് ആള് പേടിച്ച് വെള്ളത്തിക്കൊക്കെ ചാടിയായിരുന്നു. അത് മച്ചാൻ ഇതൊക്കെ അറിയണ്ടേ? നിങ്ങൾ ഈ 1v3 മാത്രം അറിഞ്ഞ ആരുണ്ടോ? ബ്രോ വേറെ ആ മൊണ്ണയില്ല ബ്രോ. ആ മൊണ്ണ അവിടെ പോയിട്ട് കഴിയുമ്പോ കിട്ടുന്നുണ്ട് 1v3 കളിച്ച് നിർത്തി. നമ്മള് വേറൊരു സിറ്റുവേഷനിലായിരുന്നു മച്ചാനെ. ആ സമയത്ത് ഈ റാവത്ത് എന്ന് പറയുന്നതേ മറ്റേ നാച്ചുറൽ ആയിട്ട് വന്ന് നമ്മുടെ കൂടെ ഒരു തന്നെ കൊന്നായിരുന്നേ. അവന്റെ കൂടെ റാവത്തറിന്റെ കൂടെ വേറൊരു കണ്ടികളും കൂടി ഉണ്ടായിരുന്നു 4-5 പേര്. അപ്പൊ അവസാനം നമ്മള് കണ്ട് അതല്ല, എന്നിട്ട് റാവത്തറിനെ അടിച്ചു കൊന്ന് നമ്മള് പൊക്കി. അപ്പൊ മറ്റേ ഡെഡ് ക്യാരി ചെയ്യുമ്പോ ഒരു ബഗ് ഉണ്ടായിരുന്നു. ആ ബഗ് ചെയ്ത് 3 പേരെ കൊന്നു. അതാണ് മറ്റേ സാംസുലൊക്കെ മച്ചാൻ പറയണേ മറ്റേ 3 പേരെ കൊന്നത്. അതാണ് പറയണേ, അല്ലാണ്ട് റാവത്തറിന് മച്ചാൻ തോന്നുന്നുണ്ട്. നമ്മള് പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടോടാ, നമ്മ പറയൂടാ, നമുക്ക് പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിന്റെ അടുത്താണോടാ പറഞ്ഞേ? നിന്റെ അടുത്താണല്ലോ. എടാ നമുക്ക് പറയോ ബഗ്. എടാ അവന് കഴിവില്ലാത്തോണ്ട് നമ്മൾ അങ്ങനെ പറയും നിനക്ക് വല്ല കുഴപ്പമുണ്ടോ?
നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് ഞാൻ ഇവന്റെ അടുത്തല്ലേ സംസാരിക്കുന്നേ, ഞാൻ ഇവന്റെ അടുത്തല്ലേ സംസാരിക്കുന്നേ. നിനക്ക് വല്ല കുഴപ്പമുണ്ടോടാ? റെഡ് മുടി കണ്ടി എടാ ഇറങ്ങി പോടാ. സാംസൊക്കെ കണ്ടി നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോ? നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോടാ. ഞാൻ അവന്റെ അടുത്തല്ലേ സംസാരിക്കുന്നുണ്ടായിരുന്നേ. നിന്റെ അടുത്ത് വല്ലതും പറഞ്ഞോടാ? നിന്റെ അടുത്ത് അവന്റെ ഹലോ ജെയ്ഡിന്റെ അവിടെ വന്ന് ജെയ്ഡിന്റെ അവിടെ അടിയാണ്. HF ഫൈറ്റ്. ലോലനെ കൊന്ന്. ഇല്ല സംസാരിച്ച് അടി. ഇവിടെ മാർക്കോ ലോലനെ പൊക്കിയോ? ലോല ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ലോല ഇവിടെ എടേ ലോല ഇവിടുത്തെ വണ്ടിന്ന് ചാടിയില്ലേ? ഞാൻ ചാടിയിട്ട് അപ്പുറത്ത് പോയല്ലോ. എടാ ലോല നീ വണ്ടി നിന്നിട്ട് ചാടിയില്ലടാ. എടാ കിട്ടിയടാ വണ്ടി കിട്ടിയടാ. കുണ്ണാള വണ്ടി കേറ്. അവിടെ മറ്റേ ടീടത്തിനുള്ളിൽ കയറുന്ന സ്ഥലത്ത് ഈ ഇത് കണ്ടാ? ഈ ഡ്രസ് ഒരു ബ്ലാക്കും റെഡും മാതിരി. അവനാണത്. അവൻ മറ്റേ ബണ്ണി ഹോപ്പ് HF ഇതാണോ? ഹലോ ബ്രോ. ഹലോ ലൊക്കേഷൻ പറഞ്ഞേ. ഹലോ എടാ വണ്ടി അതല്ല ഇവൻ റെഡ്. ഹലോ മച്ചാനെ. ഹലോ പറ ബ്രോ. ബ്രോയുടെ പേരെന്താ? എന്റെ പേര് ബണ്ണി ഹോപ്പ് എന്നാണ് ബ്രോ. മറ്റേ ഹെൽത്ത് കെയർ തീട്ട ഗ്യാങ്ങിലുള്ളവനല്ലേ? നട്ടല്ലാത്ത പെട്രോളല്ലേ? എന്നാ പിന്നെ ഇറങ്ങണ പുറത്തോട്ട്. ഇറങ്ങണ. സിറ്റുവേഷൻ വിളിച്ചിട്ട് സേഫ് സോണിൽ കയറിയിരിക്കുന്നു. ഇറങ്ങണ പുറത്ത്. പുറത്തിറങ്ങി. നീ പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം കേട്ടോ. നീ പുറത്തിറങ്ങ്. സിറ്റുവേഷൻ പിടിച്ചിട്ട് അങ്ങനെ സേഫ് സോണിൽ കയറിയിരിക്കാതെ. ആർക്കൂടെ വെക്കാനാണ് നീ ഇതിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത്? അതിന്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ലല്ലോ. കണ്ടല്ലോ. സിറ്റുവേഷൻ പിടിച്ചിട്ട് അകത്ത് കയറിയിരിക്കല്ലേ കേട്ടാ. പുറത്തിറങ്ങടാ. നീ പുറത്തിറങ്ങ. ഇല്ലടാ ഇത് ഇറങ്ങത്തില്ലടാ. ഇത് മറ്റേ കഴിവില്ലാത്തവരെ ചേട്ടന്മാര് വരും. എല്ലാം കാണുന്നുണ്ട്. ആളിവിടെ എല്ലാം കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മള് പറയാതെ ബ്രോയ്ക്ക് ഇതൊക്കെ അറിയും കേട്ടാ. വാടഞ്ഞു എന്റെ വാടഞ്ഞു. എല്ലാം അറിയും കേട്ടാ. ആൾക്കാര് മാറിക്കുമ്പോ കറക്റ്റ് സേഫ് സോൺ മേടിക്കാറേ അറിയും കേട്ടാ. സമയത്ത് മക്കളൊക്കെ പറഞ്ഞ് ആശംസിക്കാം. 2-3 വാർന്നപ്പോ മക്കളെന്ന് പറഞ്ഞ ടീംസാണ്. എന്റെ കൈകൊണ്ട് ഇത് വേണം. സിറ്റിയിലെ എല്ലാ ആങ്സിനും അടി വാങ്ങുന്നവനാണ് നീയൊക്കെ. മനസ്സിലായി? HF കണ്ടി എല്ലാ ആങ്സിനും അടി. എടാ ഒരു വാമപ്പ് ഗ്യാങ്ങാണ് നീയൊക്കെ. മനസ്സിലായ? എല്ലാ ആൾക്കാരും അടിപൊളിയാണ് നീയൊക്കെ. എല്ലാവർക്കും ഒരു പ്രാക്ടീസ് മാതിരിയാണ് HF ഇപ്പൊ.
സിറ്റുവേഷൻ ആയിട്ട് പോയി കളിക്കണം. കൊണയടിക്കാനുള്ള ഒരു ലെവല് പോലും ഇല്ല. എടാ ചരിത്രം പറയട്ടെ, ചരിത്രം പറയട്ടെ. 2 വട്ടം ഗ്യാങ്സ് കയറി അടിച്ചു നിനക്കൊന്നും ഓർമ്മയില്ലേ? ഗ്യാങ്സ് കയറി അടിച്ചൊന്നും ഓർമ്മയില്ലടാ. എന്ത് കേക്കട്ടെ വെള്ളം വെക്കല്ലേ ലോല എടാ വെള്ളം വെക്കല്ലേ ചരിത്രം കേക്കട്ടെ എടാ വേളം വെക്കാതെ അവൻ പറയട്ടെ നിങ്ങൾ ഈ വേളം വെക്കുന്നതിനാ അവൻ പറയട്ടെ ബ്രോ പറ ചരിത്രം പറയാൻ ചരിത്രം പറയാനൊന്നുമില്ല. ഞാനൊരു ദിവസം അവസാനം എത്ര വാറ് ജയിച്ചു ബ്രോ? ചരിത്രം പറയണ അവസാനം എത്ര വാറ് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് ചരിത്രം പറയാന്ന് പറഞ്ഞേ. നീങ്ങനെ കരയല്ലേ കരയാതെ പോടാ. പുറത്തിറങ്ങാൻ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ സിറ്റുവേഷൻ? എടാ ചെവി കേൾക്കുന്നില്ലെങ്കിൽ റാവുത്തർ ശാശി അപ്പുറത്തോട്ട് മാറി കുനിഞ്ഞ് നിന്നാ മതി കേട്ടോ. ആ പുറത്തോട്ടിറങ്ങി കുനിഞ്ഞേക്ക് വന്ന് അടിച്ചു തരാം നിനക്ക് കേട്ടറാ. റാവുത്തർ ശാശി റാവുത്തർ ശാശി ഉണ്ടാക്കാൻ വന്നേക്കുന്നവൻ അതിന്റെ ഇടയിൽ കൂടെ. എത്ര നീയാണോ മെയിൻ ചേട്ടൻ? നീയാണോടാ മെയിൻ ചേട്ടൻ ഇവിടുത്തെ? ആ മൂക്കിനകത്ത് എന്തൊരു മൂക്കിനകത്ത് ആരടിച്ച് വെച്ച് തന്നത് പൂവ് നിന്റെ? റാവുത്തർ ശശിക്ക് സ്ലോട്ട് കൊടുക്കാം പിള്ളേർ. റാവുത്തറെ വിട്, നമ്മള് തമാശക്ക് പറഞ്ഞല്ല റാവുത്തറെ. റാവുത്തറെ കഴിവില്ലാത്തവന് അഡ്മിഷൻ കിട്ടാനോ ഒന്ന് പോടാ. പറഞ്ഞിട്ടല്ലേ നട്ടലുണ്ടെങ്കിൽ ഇറങ്ങിയോടാ. അതെ ഒരാള് ഇവിടെ ട്രിഗറിങ് ആയിട്ടുണ്ട്. ഒരാള് സംസാരിക്കാൻ പറഞ്ഞില്ലേ? എടാ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റും? എന്നെ മ്യൂട്ട് ആക്കിയോ? ഹലോ ഞാൻ മ്യൂട്ടായോ? ഹലോ മ്യൂട്ട്. അവനങ്ങ് പുഴുത്തിട്ട് അവനങ്ങ് വട്ടത്തിലിട്ട് ചരിത്രം പറയാന്ന് പറഞ്ഞിട്ട് അവൻ ചരിത്രം പറയല്ല. പിന്നെ എന്തിനാണ് ചരിത്രം പറഞ്ഞു സിറ്റി എല്ലാ ആക്സിനും അടി വാങ്ങിച്ച് HF. ഇല്ലല്ല, ചരിത്രം വാളം ഷെയ്മി കിടപ്പുണ്ട്, അതാണ് ചരിത്രം. അല്ല പൊക്കിട്ടുണ്ടല്ലോ. എങ്ങനെ ഫൈറ്റ് ഇട്ട് വെടിവെക്കാൻ പഠിപ്പിച്ച്, അങ്ങനെ ബുള്ളറ്റ് ഇല്ലാണ്ട് ചാവാൻ വെടിവെക്ക്. ഇതൊക്കെ എന്ത് ചരിത്രം നോക്കി. കുഴപ്പമില്ല ബ്രോ, അമ്മമാരിപ്പോ ഇറങ്ങി അടിച്ച് കായലി കളയണേ. അടി ഇപ്പൊ ഇറങ്ങി നോക്കട്ടെ. കഷ്ടോടെ ഹലോ കേക്കാവോ? ഇതിന് എത്ര നേരം എടുക്കടേ മ്യൂട്ട് മാറാൻ? ഹലോ കേക്കാമോ? ഇത് നമുക്ക് ഇങ്ങനെ പോയി ഒരു സിറ്റുവേഷൻ എടുക്കാൻ പറ്റുന്നില്ല. സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവന്മാർ ഇറങ്ങിയാലേ നമുക്ക് വീണ്ടും പോയി കൊണായി. എടാ ലോല അഡ്മിൻ ഒന്ന് വിളിച്ചടാ. ഹലോ കേക്കാമോടാ? ലോല ഇത് എത്ര നേരം മ്യൂട്ട്?